സിഎംആർ ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്ക് ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനിയാണെന്ന സൂചന. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. കമ്പനി ഉടമകളെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. എസ് എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഇതൊരു ഷെൽ കമ്പനിയാണ് എന്ന നിഗമനത്തിലേക്ക് ഇഡി എത്തുന്നത് എങ്ങനെയാണ്? മാധു, ഇതൊരു ഷെൽ കമ്പനിയാണെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് വീണ ടി സിഎംആറിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ 2.78 കോടി രൂപ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പരിശോധന നടക്കുന്നതിലാണ് വീണ ടി പാർട്ണറായിട്ടുള്ള ഒരു കമ്പനി, അത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ള കമ്പനി കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ കോഴിക്കോടേക്ക് എത്തി വിശദമായി തന്നെ ഇക്കാര്യം പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷെൽ കമ്പനിയാണെന്ന് നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് 2023 ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം അവർ പരിശോധിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു ഓഫീസ്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസും ആ അഡ്രസ്സിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതൊരു ഷെൽ കമ്പനിയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഇത് ഇത്തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനി എന്നുള്ളതാണ് രേഖകൾ കാണിച്ചിരിക്കുക. പക്ഷേ അത്തരത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്നതിൻ്റെ തെളിവുകളൊന്നും തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ ഈ കമ്പനിയുടെ മറ്റൊരു പാർട്ണറായ അനീസ് എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയാണ്. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇയാൾക്ക് വൈകാതെ തന്നെ സമൻസ് അയക്കും. അതിനുശേഷം ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇഡി ഉള്ളത്. ഒപ്പം തന്നെ വീണ ടിയെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വീണ്ടും ചോദ്യം ചെയ്യുന്നത് പരിഗണനയിലുണ്ട്. എസ് ശരണാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ ഷെൽ കമ്പനിയുമായി ബന്ധപ്പെട്ട വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്ന വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ്.